നമ്മളൊരു പോസ്റ്റർ ഡിസൈനാണ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് 2 ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എൻ്റെ കയ്യിൽ 2 ഒബ്ജക്റ്റേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ 8.5 ഇഞ്ചസിൽ 11 ഹൈറ്റിൽ ഒരു പോസ്റ്റർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ F7 അടിക്കുക, ഒരു ബ്ലാങ്ക് റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് വരയ്ക്കുക. ഓക്കെ, അതിൻ്റെ അകത്ത് ഒരു ഗ്രേഡിയൻ്റ് കൊടുക്കുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഒരു ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്യുന്നു. ഗ്രേഡിയൻറ്റിൻ്റെ അകത്ത് നമുക്ക് സ്വാച്ചസിനെ ഡ്രാഗ് ചെയ്തിടാം. ഫസ്റ്റ് നമുക്കൊരു ലൈറ്റ് ബ്ലൂ കളറെ സെലക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി, കുഴപ്പമില്ല. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറ് ഇവിടെ നിന്ന് പിക്ക് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്താലും ഇവിടെ കളർ കിട്ടും, ഇങ്ങനെയും കളർ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ കളറ്. ഞാൻ ഗ്രേഡിയൻ്റെ അകത്ത് പോവുകയാണ്. വിൻഡോ, ഇതിൻ്റെ അകത്ത് ഗ്രേഡിയൻറ്റ്. ഓക്കെ, ആ ഗ്രേഡിയൻറ്റിൻ്റെ അകത്ത് പോയിട്ട് ഇതിൻ്റെ അകത്ത് നമ്മളൊരു റേഡിയൽ ഗ്രേഡിയൻറ്റ് കൊടുത്തു. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാൻ തൽക്കാലം ഒരു റേഡിയൽ ഗ്രേഡിയൻറ്റ് കൊടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, ഇത്രയും വെച്ചിട്ട് ഞാൻ സ്വല്പം കൂടെ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഈ ലെയറിനെ എന്ത് ചെയ്യാം, ഹൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തൊരു സ്ട്രോക്കും കൂടെ ഉണ്ട്. ഇവിടെ കാണുമ്പോൾ അറിയാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നോ സ്ട്രോക്ക്. അപ്പോൾ ഇനി അതിൻ്റെ സ്ട്രോക്കിൻ്റെ ആവശ്യമില്ല, ഞാൻ ലോക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ബേസ് ആയിട്ടുള്ളൊരു എന്താണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ BG എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതിൻ്റെ അകത്ത് പുതിയതായിട്ടൊരു എന്ത് ആഡ് ചെയ്യാം, ഒരു ലെയർ ആഡ് ചെയ്യാം. ലെയർ ആഡ് ചെയ്തിട്ട് ഫയൽ, പ്ലേസ്, എന്നിട്ട് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബ്ലൂബെറി ആണ്. സോ ബ്ലൂബെറിയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാനൊരു PNG ഇമേജ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക, പ്ലേസ്. ഇത് നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തൊരു എന്ത് വന്നിട്ടുണ്ട്, ഒരു ഇമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്നൊരു ഇമേജ് ആയതുകൊണ്ട് തന്നെ ഒരു ക്രോസ് ഓവർ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഇല്ലുസ്ട്രേറ്റർ ഇമേജ് ആയിട്ട് നമുക്കിതിനെ കൺവേർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇമേജ് ട്രേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ മുകളിൽ, കണ്ടോ, ഇമേജ് ട്രേസ്. അതിലൊരു വട്ടം ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ അത് പല ടൈപ്പ് ഓഫ് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ തൽക്കാലം പോസ്റ്റർ ഡിസൈനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലോ ഫെഡിലിറ്റി ഫോട്ടോ. ഞാൻ ജസ്റ്റ് അതിലൊരു വട്ടം ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇങ്ങനെയായി മാറി. ഇങ്ങനെയായി മാറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ അകത്ത് ഒരു കാർട്ടൂണിക്ക് ഫീലായി അല്ലേ. നമ്മൾ വരച്ചെടുത്ത, അല്ലെങ്കിൽ നിങ്ങൾ ഇല്ലുസ്ട്രേറ്ററിൽ സാധാരണ കൈ കൊണ്ട് അല്ലെങ്കിൽ ബ്രഷ് ടൂൾ കൊണ്ട് വരച്ചെടുക്കുന്ന ഒരു ഫീല് വന്നു. പക്ഷേ ഇതിപ്പോഴും ലോക്കാണ്. ഈ ലോക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്ത് എക്സ്പാൻഡ് കൊടുക്കുക. എക്സ്പാൻഡ് കൊടുക്കുമ്പോൾ ഇത് ബ്രേക്കായി. പക്ഷേ എനിക്ക് ഇതിൻ്റെ അകത്ത് വൈറ്റ് കളർ പോകണം. കാരണം ഇത് നമ്മൾ ഫോട്ടോഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നപ്പോൾ അതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. കാരണം എന്താണ്, നമ്മൾ ഇതിനെ ട്രേസ് ചെയ്തു. സോ റൈറ്റ് ക്ലിക്ക്, അൺഗ്രൂപ്പ്, ഒരു വട്ടം അൺഗ്രൂപ്പ് ചെയ്യുക, പുറത്ത് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ സെറ്റായല്ലോ. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എല്ലാം സെപ്പറേറ്റ് ഒബ്ജക്റ്റായിട്ട് മാറി, കണ്ടല്ലോ. അതായത് ഒരു സാധാരണ ഒരു നിങ്ങൾ ട്രേസ് ചെയ്യുമല്ലോ, വരച്ച് ട്രേസ് ചെയ്യുമല്ലോ, അതേ ഒബ്ജക്റ്റിൻ്റെ ആ ഒരു മോഡിൽ ഇതായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഞാൻ വീണ്ടും പുറത്ത് സെലക്ട് ചെയ്ത് ഞാൻ ഇപ്പോൾ അൺഡു ചെയ്തുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട്, അല്ലെങ്കിൽ ഓരോ ഇതായിട്ട് എഡ്ജ് ബൈ എഡ്ജായിട്ട് വന്നു. പക്ഷേ ഇതിൻ്റെ ഉപയോഗം കണ്ട, ഇതിൻ്റെ അകത്ത് കളറൊക്കെ മാറ്റാം, കണ്ടോ. അതിൻ്റെ കളറല്ല, നമുക്ക് ഇഷ്ടമുള്ള കളർ ആ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മാറ്റാൻ പറ്റും. ഇനി എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫുൾ സെലക്ട് ചെയ്യുക, Ctrl+G ഫോർ ഗ്രൂപ്പ്. കാരണം എന്താണ്, നമുക്കിതിനെ സ്വല്പം ഒന്ന് ചെറുതാക്കണം. സോ ഞാനിതിനെ ചെറുതാക്കി ഈ ഒരു ഏരിയക്കകത്ത് കൊണ്ട് വെച്ചു, സ്വല്പം കൂടെ ഒന്ന് വലുതാക്കി ഇവിടെ വെച്ചു. ഓക്കെ, അപ്പോൾ എന്താണ്, ഇത് ആക്ച്വലി ഒറ്റ ഒബ്ജക്റ്റായിട്ട് കൺവേർട്ടായി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏത് ടൂളാ, റിഫ്ലക്റ്റ് ടൂൾ. ഇവിടെ കൊണ്ടുവച്ചിട്ട് ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഒരു വട്ടം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഹൊറിസോണ്ടലാണോ വെർട്ടിക്കലാണോ, ഹൊറിസോണ്ടലാക്കുക, എന്ത് ചെയ്യുക, കോപ്പി ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ ഒരു കോപ്പിയും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഇതിൻ്റെ അകത്തൊരു എന്താണ്, ഒരു എന്ത് ഫീല് കൊണ്ടുവരണം, ഒരു ട്രാൻസ്പാരൻസി ഫീല് കൊണ്ടുവരണം. ട്രാൻസ്പാരൻസി ഫീലിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്, മാസ്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, മാസ്കിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ മാസ്ക് ടൂൾ എടുക്കുക. വിൻഡോയ്ക്കകത്ത് നമുക്ക് മാസ്കിന് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്, വിൻഡോയ്ക്കകത്ത് ട്രാൻസ്പാരൻസി എന്ന് പറഞ്ഞ ടൂൾ ഇതിൻ്റെ അകത്തുണ്ട്. ട്രാൻസ്പാരൻസി ടൂളാണ് യൂസ് ചെയ്യുന്നത്, കണ്ടോ, ട്രാൻസ്പാരൻസി. അപ്പം മാസ്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ട്. ഈ ഒരു ഒബ്ജക്റ്റിനെ മാത്രം നമുക്ക് മാസ്ക് ചെയ്യാം. എങ്ങനെ മാസ്ക് ചെയ്യാം, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവിടെ നിന്നൊരു റെക്റ്റാങ്കിൾ ടൂളോ റൗണ്ട് റെക്റ്റാങ്കിൾ ടൂളോ ഏതെങ്കിലും എടുക്കാം. അതിനുശേഷം
ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെ അങ്ങ് മാസ്ക് ചെയ്യുക. മാസ്ക് ചെയ്യുമ്പോൾ ഇത് മൊത്തം മാസ്കായി. ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ വരച്ചു. ഓക്കെ, എന്നിട്ട് മേക്ക് മാസ്ക്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റ് ഇതാണ്. നമ്മൾ ഇവിടെ വെച്ചിട്ട് റിലീസും മേക്ക് മാസ്കും കൊടുക്കുക. മേക്ക് മാസ്ക് കൊടുത്തിട്ട് നിങ്ങൾ ഇതിനിങ്ങനെ മൂവ് ചെയ്ത് നോക്കുക. ഒപ്പാസിറ്റി എന്തായിരിക്കണം? എപ്പോഴും 100% ആയിരിക്കണം. ഒന്നുകൂടെ പറയാം, ഇതിനെ ഞാൻ സെലക്ട് ചെയ്തു, റിലീസ് ചെയ്തു. നമ്മുടെ മുകളിലിരിക്കുന്ന ഒബ്ജക്റ്റ് ഇവിടെ ആയിരിക്കണം. മേക്ക് മാസ്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? റൗണ്ട് റെക്റ്റാങ്കിൾ ആണെങ്കിൽ അതിങ്ങനെ വരച്ചു കൊടുക്കുക. കണ്ടോ? അപ്പോൾ എന്തായി? ഇവിടെ മാസ്കായി. സ്വല്പം കൂടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാസ്ക് ഇവിടെയായി. ഓക്കെ, അപ്പോൾ ഇതിൽ എത്ര മാസ്ക് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. ഞാൻ ഇതിനെ സ്വല്പം കൂടെ ഒന്ന് ചെറുതാക്കി, ഇവിടെയും സ്വല്പം കൂടെ ഒന്ന് ചെറുതാക്കിയിട്ട് ഞാൻ പറയണം, ആദ്യം വരുമ്പോൾ എനിക്ക് കുറച്ച് ഒപ്പാസിറ്റി കൂടുതലായിരിക്കണം. അപ്പം ഒപ്പാസിറ്റി ഞാനൊരു 50 ആക്കിയേ. ഓക്കെ, ഇതുവരെ എനിക്ക് 50 ആയിരിക്കണം. മിഡ് വരെ എനിക്ക് 50 അല്ലെങ്കിൽ ഒരു 30 ആയിരുന്നാലും കുഴപ്പമില്ല. അത്രയും നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, കൂടുതൽ ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരു 40 ആക്കാം. അതിനുശേഷം നമ്മൾ അടുത്ത വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ തന്നെ അടുത്ത റൗണ്ട് റെക്റ്റാങ്കിൾ ടൂൾ വെച്ചിട്ട് ഇതിങ്ങനെ വരയ്ക്കുകയാണ്. ഇപ്പോൾ എന്താണ്? ഒപ്പാസിറ്റി കൂടുതലാണ്, രണ്ടും ബ്ലെൻഡുമായി. പക്ഷേ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒപ്പാസിറ്റി എത്രയാണ്? 40. അപ്പോൾ ഇവിടെ ആകുമ്പോൾ എന്തായിരിക്കണം? അറ്റ്ലീസ്റ്റ് ഒരു 15 ആയിരിക്കണം. കാരണം ഇവിടുന്ന് പതുക്കെ ബ്ലെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നൊരു ഫീലിലായിരിക്കണം നമുക്ക് വരേണ്ടത്. ഇവിടെ നമുക്ക് കണ്ടത് നമ്മുടെ ഇഷ്ടാനുസരണം എത്രയും വേണം അത്രയും നിങ്ങൾക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഫീൽ വന്നു. ഇതിനകത്ത് ഇനിയും കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കുറയ്ക്കാം. 5 ആക്കണമെങ്കിൽ 5 ആക്കാം. അതാകുമ്പം ഇങ്ങനെ ആയിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ആക്കാം? 10 ആണെങ്കിൽ 10 ആക്കുക. അതാകുമ്പോൾ അതിനനുസരിച്ച് ഇവിടെയും കൂടെ കുറച്ച് കൊടുക്കുക. 40 എന്നുള്ളൊരു 35 ആയി കൊടുക്കുക. ഓക്കെ, ഇത് തീരെ കുറവായിട്ടുണ്ടെങ്കിൽ വീണ്ടും 15 ആകുക. അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ആവേണ്ടത് ആ രീതിയിൽ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് രണ്ടും കണക്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് അത് ബ്ലെൻഡ് ആവുന്ന രീതിയിൽ കണക്ട് ചെയ്യുക. കളറും ബ്ലെൻഡ് ആവുന്ന രീതിയിൽ വേണം കൊടുക്കാൻ, അല്ലെങ്കിൽ അത് വൃത്തികേടായിരിക്കും കാണുമ്പോൾ. ഇപ്പോൾ 35 എന്നുള്ളതിന് ഞാൻ സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഇതിന് വേണമെങ്കിൽ നമുക്ക് സ്വല്പം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും മതി. ഞാനിത് കൺഫേം ചെയ്തു മാസ്കിന്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ F7 അടിക്കുമ്പോൾ ഇപ്പോൾ നിൽക്കുന്ന ഏതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്? ഏതാ നിൽക്കുന്നത്? മാസ്കിലാണ് നിൽക്കുന്നത്. നമ്മുടെ ലെയർ കാണാമോ? ഇപ്പോൾ കണ്ടുകൂടാ. ലെയർ കാണണമെന്നുണ്ടെങ്കിൽ ലെയറിൽ ക്ലിക്ക് ചെയ്യുക. മാസ്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മാസ്കിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടല്ലോ, റിഫ്ലക്ഷൻ ഒരെണ്ണം ഓഫ് ചെയ്യാം, എനിക്ക് 2 ഓഫ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക? ലെയർ വേറെ, മാസ്ക് വേറെ. ഇത് ലെയർ, ഇത് മാസ്ക്. ഇത് ലെയർ, ഇത് മാസ്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ലെയറിൽ വരുമ്പോൾ ലെയറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ലെയറിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് റിഫ്ലക്ഷനും നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ അങ്ങ് ലോക്ക് ചെയ്യുക. എപ്പോഴും നമ്മൾ ഏതൊരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്താലും ആ ഒബ്ജക്റ്റിനെ ലോക്ക് ചെയ്യാൻ മറക്കരുത്, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പം ഇത് വീണ്ടും ഗ്രൂപ്പാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് പോയാലേ ഇത് മാസ്ക് ആയിട്ടുള്ളൂ. ഇതിൻ്റെ അകത്ത് വരുമ്പോൾ എന്താണ്? ഇത് എപ്പോഴും ഗ്രൂപ്പാണ്. നമ്മൾ ആ ഗ്രൂപ്പിനെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അടുത്തൊരു ഒബ്ജക്റ്റും കൂടെ പ്ലേസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പുതിയ ലെയർ എടുക്കുക. ഫയൽ, പ്ലേസ്. നമ്മളൊരു വാട്ടറിൻ്റെ ഇമേജാണ് പ്ലേസ് ചെയ്യുന്നത്. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു വാട്ടറിൻ്റെ ഇമേജാണ്. ഇമേജ് എന്താണ്? ഇല്ലുസ്ട്രേറ്ററിൽ സപ്പോർട്ട് ചെയ്യില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക? ഇമേജ് ട്രേസ്. അപ്പോൾ ഏത് രീതിയിലുള്ള ഇമേജ് ട്രേസ് വേണം? ലോ ഫെർട്ടിലിറ്റി ഫോട്ടോ. ഞാൻ പറഞ്ഞ അത് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് ഫോട്ടോഷോപ്പിൽ ആ ഒരു കാർട്ടൂണിക് സെറ്റപ്പായിട്ട് കൺവേർട്ടായിട്ട് മാറി. കണ്ടല്ലോ? ഓക്കെ, ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒപ്പാസിറ്റിക്കകത്ത് ട്രാൻസ്പാരൻസി ഉണ്ട്. ആ ട്രാൻസ്പാരൻസി എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ സ്ക്രീൻ ആക്കാം. കണ്ടോ? സ്ക്രീൻ ആയപ്പോൾ എന്താണ്? ഇത് കട്ടായി. പക്ഷേ എന്താണ്? ഇതിൻ്റെ എഡ്ജസ് ഒന്നും പോയിട്ടില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് ഒന്നും കൂടെ ചെയ്യാം. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു? എക്സ്പാൻഡ് കൊടുക്കുന്നു. ഓക്കെ, എക്സ്പാൻഡ് കൊടുത്തപ്പോൾ എന്ത് പറ്റി? ഇനി നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യാം? അൺഗ്രൂപ്പ് ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ഒരു സംഭവം കൂടെ ഉണ്ട്, അതും കൂടെ ഡിലീറ്റ് ചെയ്യുക. ഇനി എന്ത് ചെയ്യാം? ഇനി ഇത്രയും എന്താണ്? സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ആണ് അല്ലേ? ഇത് ഇത്രയും സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ആണ്. അത്രയും ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. നോർമൽ മാറ്റി എന്താക്കുക? സ്ക്രീൻ. കണ്ടോ? ഇപ്പം കറക്റ്റ് ആയല്ലോ എല്ലാം. ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനെ മൊത്തത്തിൽ നമുക്കൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. ഫുൾ സെലക്ട് ചെയ്യുക, Ctrl+G ഫോർ ഗ്രൂപ്പ്. എന്നിട്ട് ഈ ഒരു ലെയറിനെ എടുത്ത് ഇതിൻ്റെ താഴെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് ഇതിൻ്റെ താഴെ ആയിട്ടുണ്ട്. ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏരിയക്കകത്ത് ഇത് റൊട്ടേറ്റോ എന്ത് വേണോ ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് ആ ഒരു സ്പ്ലാഷിൻ്റെ സംഭവം ഇരിക്കുന്നത്. അത് പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് എഫക്ട്സിൻ്റെ അകത്ത്
ബ്ലർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബ്ലറും കൊടുക്കുക. ഒരുപാട് ബ്ലർ ചെയ്താൽ വൃത്തികേടാവും. ചെറിയൊരു ബ്ലർ കൊടുക്കാം. ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ബ്ലർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിഷയം വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബ്ലറിന് പകരം എഫക്ട്സിൻ്റെ അകത്ത് സ്റ്റൈലേഴ്സിൻ്റെ അകത്തൊന്ന് ഫെദർ കൊടുത്ത് നോക്കാം. ഫെദർ ആകുമ്പോൾ അത്രയും ഇഷ്യൂ വരില്ല. ഇതിപ്പോൾ ഫുള്ളായിട്ട് ഇരിക്കുകയാണ്. ചെറിയതായിട്ടൊന്ന് ഫെദർ കൊടുക്കാം. ഓക്കെ കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ, അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണോ അതിനെ ട്വീക്ക് ചെയ്ത് കൊടുക്കാം. ഇത്രയും ഒറ്റ ഒബ്ജക്റ്റാണ്. വെക്കണമെങ്കിൽ താഴെ വയ്ക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ തിരിച്ച് ഏത് ഏരിയക്കകത്താണ് ആ ഏരിയക്കകത്തോട്ട് തിരിച്ച് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയക്കകത്ത് ഒരു കോണ്ടാക്റ്റ് ഷാഡോ വെച്ച് കൊടുക്കുക. ഒരു കോണ്ടാക്റ്റ് ഷാഡോ. ഓക്കെ, കോണ്ടാക്റ്റ് ഷാഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് രണ്ടിൻ്റെ ഇടയിൽ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് നിർത്തണം. അതിന് വേണ്ടിയിട്ട് ഒരു പുതിയ ലെയർ എടുക്കുന്നു. നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു എലിപ്സ് ടൂൾ എടുക്കുന്നു. എലിപ്സ് ടൂൾ ഇതാ ഇവിടെ വരച്ചു കൊടുക്കുന്നു. ഓക്കെ, എലിപ്സ് ടൂളിൽ സെലക്ട് ചെയ്യുന്നു. ആ എലിപ്സ് ടൂളിൻ്റെ അകത്ത് ഞാൻ സ്വല്പം കൂടെ വലുതാക്കുന്നു. ഇതിനെ സ്വല്പം മുകളിലേക്ക് ആക്കുക. ഓക്കെ, ആ ഒരു പോയിന്റ് പിടിക്കുക. ഇതിനകത്ത് ബ്ലാക്ക് തന്നെ ഇട്ട ഒരു സുഖം കാണത്തില്ല. അതുകൊണ്ട് ഞാൻ ഗ്രേഡിയൻറ്റ് പിടിക്കുക അതിൻ്റെ അകത്ത്. ഓക്കെ, കണ്ടോ, ആ ഗ്രേഡിയൻ്റ് ആകുമ്പോൾ ആ ഒരു ഫീല് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. ഗ്രേഡിയൻ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എഫക്ട്സിൻ്റെ അകത്ത് സ്റ്റൈലേഴ്സിൻ്റെ അകത്ത് ഒന്നുകിൽ ഫെദർ കൊടുക്കുക. ജസ്റ്റ് ചെറുതായിട്ട് അങ്ങ് ഫെദർ ചെയ്ത് കൊടുക്കുക. അവിടെ എന്താ ഒരു ഒബ്ജക്റ്റ് അവിടെ ഒരു സ്റ്റിക്ക് ഓണായി ഇരിക്കുന്നു എന്നുള്ളൊരു ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം. കണ്ടോ, ഇപ്പം ആ ഒരു ഒബ്ജക്റ്റും കൂടെ അവിടെ ഇരിക്കുന്നൊരു ഫീല് കിട്ടി. കണ്ടോ, മനസ്സിലായ സംഭവം? എന്നിട്ട് ഇതിൻ്റെ ഒരു കോപ്പിയും കൂടെ വേണമെങ്കിൽ എടുക്കുക. ഓൾട്ട് ഹോൾഡ് ചെയ്ത് ഒരു കോപ്പിയും കൂടെ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനിങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്താ ഓക്കെ, എന്നിട്ട് അതിൻ്റെ ചെറുതായിട്ടൊന്ന് സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ജസ്റ്റ് ഒരു വര പോലത്തെ ഒരു ഫീലും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ഏരിയക്കകത്ത് കണ്ടോ, ആ ഒരു ഷാഡോയുടെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഫീല് കിട്ടും. വേണമെങ്കിൽ സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ആ ഒരു ഏരിയക്കകത്ത് കറക്റ്റ് ഇരിക്കുന്ന ഒരു ഫീലിൽ നമുക്കവിടെ വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഗ്രേഡിയൻ്റ് ആണ് ഇതിൽ ബെസ്റ്റ്. ബ്ലാക്ക് അല്ല, ഗ്രേഡിയൻ്റ് ആണ് ഇതിൽ കറക്റ്റ് ബെസ്റ്റ് ആയിട്ടുള്ള സംഭവം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നേരെ ടൈറ്റിലോട്ട് പോകാം. ഞാൻ ഇതെല്ലാം ഓഫ് ചെയ്തിട്ട് നേരെ ടൈറ്റിൽ ആഡ് ചെയ്യാം. സെലക്ട് ചെയ്യുക, ടെക്സ്റ്റ് ടൂൾ എടുക്കുക. ടെക്സ്റ്റ് ടൂളിൻ്റെ അകത്ത് ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണേ. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇതിനെ വലുതാക്കുക. വലുതാക്കിയിട്ട് ഞാൻ പറയണ ഇതിൻ്റെ അകത്ത് നോട്ട് ജസ്റ്റ് എ ഡ്രിങ്ക്. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തു. അപ്പോൾ എനിക്കിതിൻ്റെ കളർ മാറ്റണം. എങ്ങനെ കളർ മാറ്റും? കളർ മാറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് ഐ ഡ്രോപ്പർ ടൂളുണ്ട്. പക്ഷേ ഐ ഡ്രോപ്പർ ടൂൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഇതിൽ കളർ മാറില്ല. എന്തുകൊണ്ടാണ്? ഇതിപ്പോൾ ടെക്സ്റ്റ് ഒബ്ജക്റ്റ് ആണ്. എനിക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ഔട്ട്ലൈൻ. ഓക്കെ, ഔട്ട്ലൈനായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് ഐ ഡ്രോപ്പർ ടൂൾ എടുത്ത് നിങ്ങൾക്ക് ഏത് കളർ വേണോ ആ കളർ പിക്ക് ചെയ്യാം. കണ്ടോ, ഇതാണെങ്കിൽ ഇത്, ഇതാണെങ്കിൽ ഇത്, ഇതാണെങ്കിൽ ഇത്, ഇതാണെങ്കിൽ ഇത്, ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു കളർ പിക്ക് ചെയ്യുക. പക്ഷേ ഇതിൻ്റെ അകത്തുള്ളൊരു കളർ പിക്ക് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓക്കെ, നോട്ട് ജസ്റ്റ് ഡ്രിങ്ക്. അത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വയ്ക്കാം. കണ്ടോ, ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഇതിനെ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഒരു കോപ്പി എടുത്തേ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് നോ ഫില്ല് കൊടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഞാനൊരു സ്ട്രോക്ക് കൊടുത്തു. ഓക്കെ, ഒരു സ്ട്രോക്ക് കൊടുത്തേ. എന്നിട്ട് ഞാൻ ഇതിനെ ബാക്കിൽ വെച്ചു. ഓക്കെ, അപ്പോൾ അതിൽ കണ്ടുകൂടാ, നമുക്കിതിനെ ഫ്രണ്ടിൽ കൊണ്ടുവരാം. ഇത് ഏതാണെന്ന് പറഞ്ഞാൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് Ctrl+X, എന്നിട്ട് അതിനെ ഒരു പുതിയ ലെയറിലാക്കുക. Ctrl+V, എന്നിട്ട് നമുക്കതിനെ ഫ്രണ്ടിൽ കൊണ്ടുവരാം. കണ്ടോ, അപ്പോൾ കാണാം. ഒരെണ്ണം ബാക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കണ്ടും കൂടാ. അപ്പോൾ ഏതൊക്കെ നമുക്ക് വേണം അതെടുത്തിട്ട് ബാക്കിയുള്ള നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് N വേണം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺഗ്രൂപ്പ് ചെയ്തിട്ട് O നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ട. ഓക്കെ, ഡിലീറ്റ് ചെയ്തു. T വേണം, J എനിക്ക് വേണ്ട. ഓക്കെ, A എന്തായാലും ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുക. ഓക്കെ, S ഏതാണെന്ന് പറഞ്ഞാൽ അതങ്ങ് റിമൂവ് ചെയ്യുക. ഇതിനെ റിമൂവ് ചെയ്ത് ഇതിനെ റിമൂവ് ചെയ്തു. ഓക്കെ, ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ കറക്റ്റ് ഈ ഒരു പൊസിഷനിലേക്ക് വെച്ച് കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മനസ്സിലായ സംഭവം? ഇതെല്ലാം ഫോട്ടോഷോപ്പിൽ ചെയ്ത കാര്യങ്ങളാണ്. ഇതിൻ്റെ അകത്ത് വേറെ രീതിയിൽ ചെയ്യുന്നതേ ഉള്ളൂ. സെയിം പ്രോപ്പർട്ടി തന്നെ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. സെലക്ട് ചെയ്യുക, Ctrl+G ഫോർ ഗ്രൂപ്പ്, എന്നിട്ട് സ്വല്പം കൂടെ നമുക്ക് ഇതിനെ വലുതാക്കാം.
ഓക്കെ, ഇത്രയും പിടി കിട്ടിയോ? ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വെക്കാൻ പറ്റുന്നത്, നമുക്കിതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത് അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഗൂഗിളിൽ പോവുക, ബ്ലൂബെറി എന്താണ് ബ്ലൂബെറി ബെനിഫിറ്റ്സ് എന്ന് കൊടുക്കുമ്പോൾ ഓക്കെ ഇത്രയും കാര്യങ്ങൾ കാണിക്കും. വേണമെങ്കിൽ നമുക്ക് ഒരു പരിപാടിയും കൂടെ ചെയ്യാം. ബ്ലൂബെറി എന്ന് അടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് നമുക്കൊരു 2-3 ഇമേജസും കൂടെ നമുക്ക് വയ്ക്കാം. അതായത് കണ്ടോ, ഈ ഇമേജും കൂടെ നമുക്ക് വയ്ക്കാം. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, സേവ് ഇമേജ് ടൈപ്പ് ആസ് PNG. ഓക്കെ, അതിൻ്റെ അകത്ത് നമുക്ക് ബ്ലൂബെറിക്കകത്ത് ഓൾറെഡി ഉണ്ടല്ലേ, സോ 1 എന്ന് അടിക്കുക. 1 സെലക്ട് ചെയ്യുക, 1. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ അകത്ത് തന്നെ ഇട്ട് ചെയ്യാൻ നിൽക്കരുത്. ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യുന്നതെല്ലാം ഫോട്ടോഷോപ്പിലേ കട്ട് ചെയ്യുള്ളൂ. ഇല്ലുസ്ട്രേറ്ററിലൊന്നും ഇട്ട് കട്ട് ചെയ്ത് വെറുതെ സമയം കളയരുത് കേട്ടോ. അതാണ് പറഞ്ഞത്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണം ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ. ഒരു സോഫ്റ്റ്വെയർ മാത്രം വെച്ചുകൊണ്ടിരിക്കരുത്. ഫയൽ ഓപ്പൺ, ഇതെവിടെ സെലക്ട് ചെയ്യുന്നു, നമ്മളിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ അങ്ങ് റിമൂവ് ചെയ്യുക. സെലക്ട് ചെയ്യുക, റിമൂവ് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, റൈറ്റ് ക്ലിക്ക്, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ്, റൈറ്റ് ക്ലിക്ക്, റാസ്റ്ററൈസ് ലെയർ. ഓക്കെ, ഫയൽ, സേവ് ആസ് എ കോപ്പി PNG. ഞാനിപ്പോൾ ഫൈനൽ ബ്ലർ എന്ന് കൊടുത്തു തൽക്കാലം. എന്നിട്ട് ഓക്കെ എടുത്തു. ഞാൻ നേരെ ഇല്ലുസ്ട്രേറ്ററിൽ വന്നു, ഫയൽ, പുതിയ ലെയർ ശ്രദ്ധിച്ചോണം. പുതിയ ലെയറിൽ ഫയൽ, പ്ലേസ്, ആ ഒരു ബ്ലൂബെറിയെ ഇവിടെ പിക്ക് ചെയ്ത് വെച്ച് കൊടുക്കുക, ഇവിടെ വരച്ച് വെച്ച് കൊടുക്കുക. ഓക്കെ, ഞാൻ ഇവിടെ വെച്ചു. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഏരിയക്കകത്ത് ഓൾറെഡി നമുക്കിവിടെ ഈ ഒരു ഏരിയക്കകത്ത് പ്ലേസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഏരിയക്കകത്ത്. അപ്പോൾ ഈ ഷാഡോയും കൂടെ സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ ലോക്കെല്ലാം മാറ്റിയിട്ട് ഈ ഒരു ഷാഡോയെ നമുക്ക് സ്വല്പം കൂടെ വലിച്ചു വെക്കേണ്ടി വരും. കണ്ടോ, എന്നാലേ അവിടെ ഒരു കോൺടാക്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് എയറിൽ ഈ ഫോട്ടോ നമുക്ക് കൺവേർട്ട് ചെയ്യണം. ഇത് സെലക്ട് ചെയ്തിട്ട് ഇത് ചെയ്തതിന് ശേഷം നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്യുന്നു. എന്ത് ചെയ്യുക, ഇമേജ് ട്രേസിൻ്റെ അകത്ത് ഹൈ ഫെർട്ടിലിറ്റി ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അത് കൺവേർട്ട് ആയി കഴിഞ്ഞ ഉടൻ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഇങ്ങനെ വന്നു എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, ഒറ്റ ക്ലിക്കിൽ എക്സ്പാൻഡ് ആവും. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റിയും കൂടെ നോക്കിക്കോണം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺഗ്രൂപ്പ്, ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് കളയുന്നു. ഓക്കെ, ഇല്ല കുഴപ്പമില്ല, വലിയ പ്രോബ്ലം ഇല്ല. ഫുൾ സെലക്ട് ചെയ്യുക, എന്ത് ചെയ്യുക, Ctrl+G ഫോർ ഗ്രൂപ്പ്. ബാക്കിയെല്ലാം ഹൈഡ് ചെയ്യുക, ബാക്കി എല്ലാ ലെയറും ഹൈഡ് ചെയ്യുക. ഇത് സെപ്പറേറ്റ് ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല. ഫുൾ സെലക്ട് ചെയ്യുന്നു, Ctrl+G ഫോർ ഗ്രൂപ്പ്. അതിൻ്റെ കൂട്ടത്തിലായി, ആ ഷാഡോയുടെ കൂട്ടത്തിലായിപ്പോയി. അങ്ങനെ പറ്റില്ല, അത് സെപ്പറേറ്റ് തന്നെ. അല്ലെങ്കിൽ ഷാഡോ എൻ്റെ അകത്ത് ഓഫ് ചെയ്ത് കളയുക. ഏതാണ് ഷാഡോ, ആ ഒരു ഷാഡോ കണ്ടുപിടിച്ചിട്ട് എൻ്റെ അകത്ത് ഓഫ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്താണ് ഷാഡോ ഇരിക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഷാഡോ അതിൻ്റെ അകത്ത് എടുത്തിട്ട് ഓഫ് ചെയ്യുക. ഒരു മിനിറ്റ്. ഹലോ, നവീൻ, ഏത് ബാച്ചാടാ? രണ്ട് മണിക്കുള്ള. ഓക്കെ, ഇല്ല നിനക്ക് മാറ്റമൊന്നുമില്ല. ഇല്ല മാറ്റമില്ല. 2 മണിക്ക് തന്നെ, അത് സാധാരണ പോലെ തന്നെ 2 മണിക്ക് തന്നെ. ഓക്കെ, ശരി. നോക്ക്. ഓക്കെ, ഞാനിപ്പോൾ ഇന്ന് കട്ട് ചെയ്തിട്ട് ഒരു പുതിയ ലെയറിലിട്ടു. ബാക്കി എല്ലാ ലെയർ ഹൈഡ് ചെയ്യുക, Ctrl+V. ഓക്കെ, ഇനി ഇതിനെ സെലക്ട് ചെയ്യുക, എന്തോ ചെയ്യുക, എക്സ്പാൻഡ് കൊടുക്കുക. ഓക്കെ, റൈറ്റ് ക്ലിക്ക്, അൺഗ്രൂപ്പ്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇത് ഫുൾ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺഗ്രൂപ്പ്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ചെയ്യാം. Ctrl+G ഫോർ ഗ്രൂപ്പ്. ഡ്രാഗ് ചെയ്യുക, മുകളിൽ ഈ ഒരു പൊസിഷനിൽ കൊണ്ടുവയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു കോപ്പി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തില്ലേ ഒരു പ്രോസസ്സ്, എന്തായിരുന്നു നമ്മൾ നേരത്തെ ചെയ്തത്,
റിഫ്ലക്റ്റ് ടൂൾ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഒരു കോപ്പി അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തും ഇത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സാണ്, ഒരു മാറ്റവുമില്ല. ഈ ഒരു റിഫ്ലക്ഷൻ ഉണ്ടല്ലോ, ആ റിഫ്ലക്ഷൻ്റെ അകത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു മാസ്ക് കൊടുക്കുക. അതാ ഇവിടെ സെലക്ട് ചെയ്തു, മേക്ക് എ മാസ്ക്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ റൗണ്ടർ റെക്റ്റാങ്കിൾ ടൂൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. ഓക്കെ, എത്രത്തോളം ഒപ്പാസിറ്റി നിങ്ങൾക്ക് കുറയ്ക്കണം അത്രത്തോളം ഒപ്പാസിറ്റി കുറയ്ക്കാം. എനിക്ക് അത്രയും വേണ്ട, ഇത് തന്നെ മതി. ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നു. കണ്ടോ? അപ്പോൾ എന്താണ്, അവിടെ നിന്ന് ഒരു ബ്ലൂബെറിയുടെ ആ ഒരു സംഭവം കൂടെ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ നോക്കിക്കൊണ്ടിരുന്ന എന്താണ്, ബെനിഫിറ്റ്സ് ഓഫ് ബ്ലൂബെറി അല്ലേ? ഓക്കെ, ഞാനിപ്പോൾ ഒരു പോയിന്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ ബാക്കി പോയിന്റ്സ് എല്ലാം സൈഡിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. ഒപ്പാസിറ്റി മാസ്കും തിരിച്ചു പോകാൻ വേണ്ടി ഇതിൽ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തൊരു വൈറ്റ് കളറിൽ നമ്മൾ പുതിയ ലെയർ എടുക്കുന്നു. അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, സെലക്ട് ചെയ്യുക, സ്വല്പം ഒന്ന് വലുതാക്കുക. നിങ്ങൾ ആ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. അത് ഒരുപാട് വൃത്തികേടാവാത്ത രീതിയിൽ വേണം ചെയ്യാൻ. ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ക്യാപ്സിലൊക്കെ ഓൺ ആക്കിയിട്ട് ഒരു സൈഡിൽ ഡിലീറ്റ് ചെയ്യുന്നു. ഇതിനെ വലുതാക്കുന്നു. ഓക്കെ, ഞാൻ ഇതിൻ്റെ തന്നെ ഒരു കോപ്പി എടുത്ത് വെച്ചു. ഇവിടെ നിന്ന് അടുത്ത ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൺട്രോൾ V അടിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്പാരൻസി ആഡ് ചെയ്യാമല്ലോ അല്ലേ? ഫുള്ള് നമുക്ക് ഇങ്ങനെ കൊടുക്കണ്ട, ഹൈലൈറ്റ് ആയിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ അകത്ത് നമുക്ക് കുറച്ചും കൂടെ ഒരു ഫീൽ കൊടുക്കാം. സോ ഇവിടെ സെലക്ട് ചെയ്യുക. ഇതാണല്ലോ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്, മേക്ക് മാസ്ക്. ക്ലിക്ക് ചെയ്യുന്നു, ജസ്റ്റ് റെക്റ്റാങ്കിൾ ടൂൾ ഇട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിൽ പതുക്കെ ഇത് പകുതി ഒരു മാസ്കും ഇവിടെ സെലക്ട് ചെയ്തിട്ട് ബാക്കി പകുതി വേറെ മാസ്കിലും പോട്ടെ. റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് വീണ്ടും ഇതിൻ്റെ അകത്തോട്ട് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി നമ്മൾ സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സ്വല്പം ഡ്രാഗ് ചെയ്ത് കണ്ടോ, അതാകുമ്പോൾ ആ ഒരു ഫീല് വരും. എങ്ങനെയാണ് നമുക്ക് ഡ്രാഗ് ചെയ്യേണ്ടത് ആ രീതിയിൽ നിങ്ങൾ അതിന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നൊരു ഫീല് വരും. നേരത്തെ ആ ഒരു ഇതിൽ വരാതെ കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന ഒരു ഫീല് വരും. ഇതിൽ നമുക്ക് സെയിം പരിപാടി ചെയ്യാം. ഇപ്പോൾ ഒറിജിനൽ മാസ്കിൽ വരുന്നു, ഇതിൽ സെലക്ട് ചെയ്യുന്നു, റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുന്നു, ഇവിടെ സെലക്ട് ചെയ്യുക, പുറത്തോട്ട് ഇറങ്ങുക. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ, എന്നിട്ട് മേക്ക് മാസ്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. വേറെ ഏതെങ്കിലും രീതിയിലുള്ള എലിപ്സാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ വരച്ചു കൊടുക്കുക. ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക ഈ ഒരു പൊസിഷനിൽ ഇത്രയും, വീണ്ടും ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് മൂവ് ചെയ്തിട്ട് ബാക്കിയുള്ള പൊസിഷനിൽ ഇത്രയും. ഓക്കെ, സെലക്ട് ചെയ്യുക, ഇത് സ്വല്പം ഒന്ന് മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒപ്പാസിറ്റി സ്വല്പം കുറയ്ക്കാം. ഇത് മനസ്സിലായ സംഭവം എന്താണെന്ന്? അപ്പോൾ ഇതേപോലെ ഒരു പോസ്റ്റർ ചെയ്യുക. അതാണ് ഇതിപ്പോൾ ഒന്നുമില്ല, ഞാൻ കണ്ടൻറ്റ് വളരെ കുറച്ചാണ് കണ്ടൻറ്റ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം കണ്ടൻറ്റ് നല്ല കുറച്ചാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ മാക്സിമം കണ്ടൻറ്റ് കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു പോസ്റ്റർ ചെയ്തെടുക്കുക സംഭവം.